രാഹുൽ ഗാന്ധി കുറച്ച് നാളുകളായിട്ട് ജാതി സെൻസസ് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും ഇലക്ഷന്റെ സമയമൊക്കെ ആയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള കയ്യാങ്കളിയൊക്കെ പുള്ളിക്കാരൻ കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മളെപ്പോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും അറിയാം നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും ജാതി സെൻസസിന് അനുവദിക്കില്ല. അവർ ഈ ഭാരതത്തിൽ നിന്ന് തന്നെ ഈ ജാതി എന്ന സമ്പ്രദായം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും ഒരേ തട്ടിലെത്തിക്കുക, സാമൂഹികപരമായും സാമ്പത്തികപരമായും അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തിലൂടെ മുന്നേറുന്നൊരു പാർട്ടിയും ഒരു ഭരണ സംവിധാനവുമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് നന്നായിട്ടറിയാവുന്നത് കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇക്കണ്ട ബഹളമൊക്കെ വെച്ചുകൂട്ടിയത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷകളെ ആകെ കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചു ജാതി സെൻസസ് തുടങ്ങാൻ പോവുകയാണ് എന്ന്. ഇത് കേട്ട പാതി ഇവിടുത്തെ രാഗ ഫാൻസ് അസോസിയേഷൻസ് എല്ലാവരും കൂടെ കണ്ടോ, ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ വില കണ്ടോ, രാഹുൽ ഗാന്ധിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലം കണ്ടോ, നരേന്ദ്രമോദി വരെ മുട്ടുമടക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളുടെ മുന്നിൽ, അതാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് ഇവിടുത്തെ രാഹുൽ ഈശ്വർ വരെ. പക്ഷേ ഇതിനെപ്പറ്റി ഇവരുടെ രാഗ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്താണ് കാര്യമെന്ന് മനസ്സിലായോ? ഇദ്ദേഹം ഇവിടെ കിടന്ന് ഈ കണ്ട ബഹളമൊക്കെ ഉണ്ടാക്കിയത് നരേന്ദ്രമോദി ഒരിക്കലും ജാതി സെൻസസിന് അനുവദിക്കില്ല എന്ന ഉത്തമ ബോധ്യത്തിന്മേലായിരുന്നു. ജാതി സെൻസസ് വന്നാൽ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ ആയിരിക്കും. നമ്മുടെ ഭാരതത്തിന്റെ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിന്റെ കീഴിലേക്ക് ഭാവിയിലേക്ക് വരുന്ന ഒരു നിയമം 1995 ചെയ്തു കൊടുത്തതുപോലെ തന്നെ ഭാരതത്തിലെ മറ്റു ദുർബല വിഭാഗങ്ങൾക്ക്, അതായത് ആദിവാസി പോലുള്ള വിഭാഗങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ ന്യൂനപക്ഷാവകാശങ്ങളുടെ പേരിൽ വഴിവിട്ട് ഇവർക്ക് അനുകൂലമായി UPA ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മുസ്ലിം സമുദായം കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജാതി സെൻസസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷം എന്ന ലേബലിൽ നിന്നുകൊണ്ട് അധകൃതരായ മനുഷ്യർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന് അനുവദിച്ചു കൊടുത്തതെന്ന് ഫസൽ ഗഫൂറിന്റെ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാവും. ഒന്ന് കേട്ടു നോക്കൂ. ഇന്ത്യയിൽ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അധികം IAS ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിമിനെ IAS IPS ഒക്കെ കാണുന്ന സംവരണം വന്നുകൊണ്ടാണ്. അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി. ന്യൂനപക്ഷ പദവി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം എഴുതിയിട്ടില്ല, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും അവിടെ വേണമെങ്കിൽ 100 വിദ്യാർത്ഥികളെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽപ്പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ? ആ നിയമം UPA ഗവൺമെന്റ് പറഞ്ഞെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെന്റ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ 3 മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ. ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. 100 MES സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട്. ഇനി ഞങ്ങൾക്ക് പേടി അതെങ്ങനെ എടുത്തു കളയോ എന്നാണ്. അതെന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയോ എന്നുള്ളതാണ്. അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ടത്തരം വരെ, ശിലാന്യാസ് വരെ ആർക്ക് അനുകൂലമായിട്ടാണ് നിന്നിരുന്നത്? അവർ മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിരുന്നത്. ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഗിരിവർഗ സ്റ്റാറ്റസ് ഉണ്ട്, അറിയോ? ചിലർ തങ്ങന്മാരാണ്, അവർ ഗിരിവർഗക്കാരുമാണ്, ട്രൈബൽ. അതിന് പുറമെ അവർക്ക് എന്താ നമ്മൾ പറയാ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട്, സംവരണവും കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയുണ്ട്? അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇതിപ്പോ കോൺഗ്രസിന് മാത്രമല്ല, അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും അടക്കമുള്ളവർ, അവിടെ മുലായം സിംഗ് ആണ് പൂട്ടിട്ടത്. എവിടെ? ഇവിടെ നമ്മുടെ കാശി ഇതിൽ തർക്കം വന്നപ്പോൾ അത് പൂട്ടിടാൻ 1993 ലാലു പ്രസാദ് യാദവാണ് LK അദ്വാനിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്ന മാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച്, രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം. അല്ലാതെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും.